വെൽക്കം ടു ക്രഞ്ച് ദ നമ്പേഴ്സ്. സോഹോ ബുക്സ് നമ്മൾ എല്ലാ വീഡിയോസിലും ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വെബ് ആപ്ലിക്കേഷനിലായിരുന്നു. ഒരു ബ്രൗസറിൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുമായിരുന്നു ചെയ്തത്. ടാലിയൊക്കെ പോലെ തന്നെ സോഹോ ബുക്സും ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ പി സിയിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ എങ്ങനെയാണ് സോഹോ ബുക്സിൻ്റെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത്, അതിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ റൈറ്റ് ടോപ്പിലുള്ള നമ്മുടെ ലോഗോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിന് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുന്നു, വിൻഡോസ് ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഗെറ്റ് ഫ്രം മൈക്രോസോഫ്റ്റ് എന്ന് കാണാം. ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾക്ക് ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇംഗ്ലീഷ് ആയിട്ട്. അതിനുശേഷം നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ഇത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇതുപോലെയായിരിക്കും നമ്മുടെ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനായിട്ട് ഓപ്പൺ ചെയ്ത് വരിക. ഇതുപോലെ നമ്മുടെ സോഹോ ബുക്സിൻ്റെ ലോഗോ നമുക്ക് കാണാനായിട്ട് പറ്റും ആപ്ലിക്കേഷൻ്റെ ഐക്കണായിട്ട്. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പം നോർമലായിട്ട് നമ്മൾ വെബ് പോലെ തന്നെ എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഡാഷ്ബോർഡിൽ സമ്മറൈസ്ഡ് വ്യൂ ഉണ്ടാവും നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസിൻ്റെ എല്ലാം. ദെൻ ലെഫ്റ്റ് സൈഡിൽ മൊഡ്യൂൾസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് നമുക്ക് റിപ്പോർട്ട്സ് കാണാനായിട്ട് പറ്റും. അതേപോലെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇവിടെ റൈറ്റ് ടോപ്പിൽ നമുക്ക് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നമ്മൾ ടെസ്റ്റ് സെറ്റിംഗ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് അത് സെപ്പറേറ്റ് ആയിട്ടൊരു പോപ്പ് പോലെയാണ് ഓപ്പൺ ആയി വരുന്നത്. ഇത് സോഹോ ബുക്സിലുള്ള എല്ലാ സെറ്റിംഗ്സും നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ്. ഓർഗനൈസേഷൻ, അതുപോലെ ജനറൽ പ്രിഫറൻസ്, ഐറ്റം, സെയിൽസ്, പർച്ചേസ്, മെയിൽസ്, യൂസേഴ്സ്, ടാക്സ്, അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് തന്നെയാണ് നമുക്ക് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ദെൻ ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു റിമൈൻഡേഴ്സ് ആൻഡ് വർക്ക് ഫ്ലോസ്, ഓട്ടോമേഷൻസ് അതൊന്നും നമുക്കിവിടെ കാണാനായിട്ട് പറ്റത്തില്ല. ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ള സെറ്റിങ്സ് മാത്രമേ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റിങ്സിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെബ് ആപ്ലിക്കേഷനിലേക്ക് തന്നെ പോകേണ്ടി വരും. പക്ഷേ ട്രാൻസാക്ഷൻസ് എല്ലാം നമുക്ക് ഇവിടുന്ന് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഐറ്റത്തിൽ ഒരു പുതിയ ഐറ്റം ക്രിയേറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ ഐറ്റംസ് നമുക്ക് എക്സിസ്റ്റിംഗ് ഐറ്റംസ് നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഈ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിൽ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് റിഫ്രഷ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഐറ്റം നമുക്ക് എക്സലോട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമുക്ക് ഐറ്റംസ് ബൾക്കായിട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉള്ളത് വെബ് ആപ്ലിക്കേഷനിലാണ്. ഇവിടെ നമുക്ക് ഐറ്റംസ് മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് സോഹോയിൽ പറ്റത്തുള്ളൂ, ഈ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിൽ. ദെൻ ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ബാങ്കിങ് നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ബാങ്ക് നമുക്ക് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാങ്ക്സ് നമുക്ക് വ്യൂ ചെയ്യാനായിട്ടാണെങ്കിലും പുതിയ ബാങ്ക്സ് നമുക്ക് മാനുവലി ക്രിയേറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും ഇവിടെ പറ്റുന്നുണ്ട്. ദെൻ സെയിൽസിലേക്ക് വരുന്ന സമയത്ത് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ പറ്റുന്നുണ്ട്. പക്ഷെ അതും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മാനുവലി ക്രിയേറ്റ് ചെയ്യാനാണ് പറ്റുന്നത്. ഇവിടെ നമുക്ക് എക്സലോട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് പുതിയതായിട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് സോഹോ ഇവിടെ കാണിക്കുന്നില്ല. അത് നിങ്ങൾ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ തന്നെ ചെയ്യേണ്ടി വരും, ബൾക്കായിട്ടൊക്കെ ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ദെൻ ഇൻവോയ്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇൻവോയ്സിൻ്റെ കസ്റ്റം വ്യൂ ഒക്കെ നമ്മുടെ വെബ് ആപ്ലിക്കേഷനിൽ കാണിക്കുന്ന പോലെ തന്നെ ഇവിടെയും കാണിക്കുന്നുണ്ട്. ഈ ഇൻവോയ്സിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ കൊണ്ട് തന്നെ ഈ ഇൻവോയ്സ് പുഷ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അതേപോലെ ടോട്ടൽ ഇൻവോയ്സ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ മുകളിലുള്ള ഈ ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞ മോഡ്യൂൾ യൂസ് ചെയ്യാം. പർച്ചേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ അല്ല, നമ്മൾ വെബ് ആപ്ലിക്കേഷൻ തന്നെ നോക്കേണ്ടി വരും. എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ ബിൽസ്, പർച്ചേസ് ബിൽസ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ദെൻ ക്രിയേറ്റ്, നമുക്ക് ഡെബിറ്റ് നോട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വേണ്ട ക്രെഡിറ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. പ്രൊജക്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ ടൈം ഷീറ്റ്സ് ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അക്കൗണ്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് മാനുവൽ ജേർണലിസം, ചാർട്ട് ഓഫ് അക്കൗണ്ട്സും എന്നാണ് നമുക്ക് കാണിക്കുന്നത്. മാനുവൽ ജേർണലിസം എന്ന് പറയുന്ന സമയത്ത് ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യാം. ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ നമുക്ക് പുതിയ ലെഡ്ജേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെയും നമുക്ക് ബൾക്കായിട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ ലോക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റിൽ അതിന് തൊട്ട് തലേ ദിവസത്തെ വരെയുള്ള ട്രാൻസാക്ഷൻസ് ലോക്ക് ചെയ്യുന്നുണ്ടാവും. പിന്നെ അത് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അഡ്മിൻ യൂസർ തന്നെ വന്നിട്ട് അതൊന്ന് എഡിറ്റിംഗ് പെർമിഷൻ കൊടുക്കേണ്ടി വരുന്നുണ്ടാവും. അതുപോലെ GST ഫയലിംഗ് എന്നുള്ളതും ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് സമ്മറി വ്യൂ ചെയ്യാനും ട്രാൻസാക്ഷൻസ് പുഷ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. ഇനി നമ്മൾ സെറ്റിങ്സിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റിന്റെ ഒന്നും സെറ്റിങ്സ് കാണിക്കുന്നില്ല.
അതായത് നമുക്ക് ആ ഒരു കോസ്റ്റ് പ്രിഫറൻസിൻ്റെ സെറ്റിങ്സ്, ദെൻ ഇവിടെ നമുക്ക് കൊട്ടേഷൻസിൻ്റെ ഇൻവോയ്സിൻ്റെ ഉണ്ട്, ബിൽസിൻ്റെയും എക്സ്പെൻസിൻ്റെയും ഉണ്ട്, ടാക്സിൻ്റെ സെറ്റിങ്സ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം സെറ്റിങ്സ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. നമുക്ക് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനോട് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഇവിടെ നമുക്ക് കാണിക്കുന്നുള്ളൂ. റിപ്പോർട്ട്സ് ആണെങ്കിലും ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിപ്പോർട്ട്സിൻ്റെ ഓൾറെഡി നമുക്കറിയാമല്ലോ, സോഹോയിൻ്റെ വെബ് ആപ്ലിക്കേഷൻ നമുക്ക് റിപ്പോർട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ബിസിനസ്, സെയിൽസ്, റിസീവബിൾസ്, ഇൻവെൻട്രി, ടാക്സ് എന്ന് പറഞ്ഞിട്ട് അതേ കാറ്റഗറിയിൽ തന്നെയാണ് ഇവിടെയും റിപ്പോർട്ട്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ട്സ് നമുക്കെല്ലാം തന്നെ ഈ 2 ആപ്ലിക്കേഷനിലും അവൈലബിൾ ആണ്. അതിലുള്ള എല്ലാ റിപ്പോർട്ട്സും നമുക്കിതിലും കാണിക്കുന്നുണ്ട്. അപ്പം ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ നമ്മൾ ആരാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബില്ലിങ്ങിലിരിക്കുന്ന ഒരു സ്റ്റാഫോ, അല്ലെങ്കിൽ പർച്ചേസ് ബിൽസ് മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെയിൽസ് ബില്ല് മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ്, അവർക്കൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേസമയത്ത് ഒരു അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഡ്മിൻ യൂസേഴ്സൊക്കെ എപ്പോഴും വെബ് ആപ്ലിക്കേഷൻ തന്നെ യൂസ് ചെയ്യുന്നതാണ് ഞാൻ